സീമ, IV ശശി, ഈ ദമ്പതികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്ന വരെ IV ശശിയെ പോലൊരു ഡയറക്ടർ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്ര ബ്രില്യൻ്റായുള്ള അത്രയും കഴിവുള്ള ഒരു ഡയറക്ടറാണ് നമ്മുടെ IV ശശി. അതേപോലെ തന്നെയാണ് സീമ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമായിരുന്നു ആ കാലത്ത്, അവളുടെ രാവുകളൊക്കെ ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു, പ്രേമിച്ച് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഇവർക്കൊരു മകളുണ്ടാവുമ്പോൾ നമ്മളെന്താ പ്രതീക്ഷിക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീമയ്ക്കൊരു മകളുണ്ടായ സീമേനേക്കാളും നന്നായി അഭിനയിക്കും. IV ശശി നല്ല ഡയറക്ടറാണ്. IV ശശിയുടെ കീഴിലാണ് ആ നടി അഭിനയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ എത്തും. അതുപോലെ നമ്മൾ ചിന്തിക്കലോ. പക്ഷേ സീമയുടെ മകള് സിനിമയിൽ വന്നു. സിംഫണി എന്ന് പറഞ്ഞുള്ളൊരു സിനിമയിലാണ് വന്നത്. ആ പടം സംവിധാനം ചെയ്തത് IV ശശിന്. അതിനു മുമ്പ് തമിഴിലാണ് നമ്മുടെ തുടക്കം. തമിഴിൽ തുടങ്ങിയിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ ഒരു പടം കിട്ടി. ആ പടത്തിൽ ശരിക്ക് ആദ്യ സിനിമ തമിഴിൽ 2003 ആ സിനിമ ഇറങ്ങിയത്. കാതൽ എന്ന് പറഞ്ഞുള്ളൊരു പടം. ആ പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് IV ശശിയുടെ പുതിയ പടത്തിൽ ഒരു നായികനെ അന്വേഷിക്കുന്നത്. നായികനെ അന്വേഷിക്കുമ്പോൾ സീമ പറഞ്ഞു, എന്തിനാ ഇപ്പോൾ പുറത്ത് പോയിട്ട് നായികനെ അന്വേഷിക്കുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നായികയില്ലേ. അപ്പോൾ തമിഴിൽ അഭിനയിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ IV ശശി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടം റിലീസായിട്ട് പോരെ നമുക്ക് മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു. അല്ല, ഇപ്പം എന്തായാലും ഈ നല്ലൊരു കഥയാണ്. സിംഫണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേര്. അപ്പോൾ അനു എന്നാണ് നമ്മുടെ സീമയുടെ മകളുടെ പേര്. അപ്പോൾ അനുവിനെ നമുക്കതിൽ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ IV ശശി പറഞ്ഞ ശരി നമുക്ക് എന്നാ എന്ന് പറഞ്ഞിട്ട് ആ പടം എടുത്തു. ആ പടമാണ് 8 നിലയിൽ പൊട്ടിയത്. ആ പടത്തിനോടൊപ്പം തന്നെ തമിഴിലും ആ പടം ഇറങ്ങി കാതൽ. അതും 16 നിലയിൽ പൊട്ടി. 2 പടം പൊട്ടി കയ്യിൽ കൊടുത്തു. അപ്പോൾ നമ്മളൊക്കെ ഞെട്ടിയ കാലത്ത് അതിൽ അഭിനയം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റമ്മ പോലും സഹിക്കില്ല, സീമ പോലും സഹിക്കില്ല. എന്താണത്, IV ശശിയാണോ ഈ പടം ഡയറക്റ്റ് ചെയ്തതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അച്ഛന് 2 പടം പൊട്ടിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ മകൾക്ക് സന്തോഷമായി, അമ്മയ്ക്കും സന്തോഷമായി. രണ്ടുപേരും പറഞ്ഞു, മകളെ ഇനി നീ സിനിമയിലധികം ഭാഗ്യപരീക്ഷണം നോക്കണ്ട. നിനക്ക് അമ്മയുടെ അച്ഛൻ്റെ ഒരു ടാലൻറ്റും കിട്ടിയിട്ടില്ല. സിനിമ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ മകൾ പോലും അഭിനയിച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ടാലൻറ്റ് കിട്ടണമെന്നില്ല. മോഹൻലാലിൻ്റെ മകന് പോലും മോഹൻലാലിൻ്റെ ടാലൻറ്റ് കിട്ടിയില്ല. അതൊക്കെ ഒരു കഴിവും അതൊരു ഭാഗ്യമാണ്. അപ്പോൾ സീമയ്ക്ക് മനസ്സിലായി, മകളൊക്കെ നീ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് ഇനി വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ കല്യാണം കഴിച്ച് വിടാം എന്നാണ് അവർ രണ്ടുപേരും കൂടി ചിന്തിച്ചത്. അങ്ങനെ മകളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് അവരിപ്പോൾ കുടുംബമായിട്ട് സീമയുടെ മകൾ സന്തോഷമായിട്ട് ആസ്ട്രേലിയയിൽ ജീവിക്കുന്നുണ്ട്. സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. 2024 IV ശശിയുടെ കരിയറിലെ ഏറ്റവും മോശം സമയമാണ്. മകളിൽ അഭിനയിച്ച പടം പൊട്ടി. അതുപോലെ സ്വന്തമായിട്ട് സിനിമകളെടുത്തു, അതും വിജയിച്ചില്ല. വലിയ കടം വന്നു, വലിയ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടായിരുന്നു, വലിയ ബംഗ്ലാവും വീടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിൽക്കേണ്ട വന്നു. സീമയുടെ അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം ജീവിക്കേണ്ടി വന്നു. സീമ അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം കടങ്ങൾ കുറേ വീട്ടേണ്ട വന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ കിട്ടാൻ വേണ്ടി IV ശശി ഇനി മുട്ടാത്ത വാതിലുകളില്ല. മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ സൂപ്പർ സ്റ്റാർ ആക്കിയുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് പോലും ഇവർ ഡേറ്റ് കൊടുക്കാണ്ടായി. നല്ല നല്ല കഥകളൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോൾ അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IV ശശി സ്വല്പം മദ്യപാനം കാര്യങ്ങളൊക്കെ തുടങ്ങി, ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയില്ലേ. അതോടുകൂടിയിട്ട് പിന്നെ എന്തൊക്കെയാ നമുക്ക് ഹാബിറ്റുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ വീട്ടിൽ പോലും കയറാണ്ട് മൂപ്പർ പല ഹോട്ടലുകളിലും പല കഥകളും അതുപോലെ പല പ്രൊഡ്യൂസർമാരെയും സംസാരിച്ചും ഈ ഒരു പടം ചെയ്ത് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടാണ് മമ്മൂട്ടി ഒരു ഡേറ്റ് കൊടുത്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി 2 പടങ്ങളും കൂടിയിട്ട് ആവനാഴിയും വേറൊരു പടത്തിൻ്റെയും കൂടി താരാദാസിൻ്റെയും കൂടി അത് കൊടുത്തു. അപ്പോൾ 2 കഥാപാത്രങ്ങളും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ IV ശശിക്ക് വലിയൊരു മുന്നേറ്റമാവും, അതുപോലെ തന്നെ ഒരു ഹിറ്റ് അടിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ അത് എന്തോ കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടതൊന്നും പൊന്നാവില്ല, തൊട്ടതൊക്കെ കരിക്കട്ടയാവും. അതേപോലെ കരിക്കട്ടയായി 8 നിലയിൽ പൊട്ടി. പിന്നെ മമ്മൂട്ടി IV ശശി ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുക പോലും ഇല്ലാണ്ടായി. അതുപോലെ തന്നെ മോഹൻലാലും. ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IV ശശി എത്ര
ഡേറ്റ് ചോദിച്ചാലും കൊടുക്കേണ്ട ആൾക്കാരാണ്. ശരിക്കും മോഹൻലാലിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഐ വി ശശി കെഞ്ചിയിട്ടുണ്ടെന്നാണ് പറയണത് ഒരു ഡേറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ അത് അവർ ഓരോ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് അവരവരെ ബിസിയും പറഞ്ഞ് ഒഴിവാക്കുക ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഐ വി ശശി അതിനെ കൊണ്ട് വലിയൊരു ഹിറ്റൊന്നും അടിക്കാൻ പറ്റില്ല, നല്ല കഥകളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തിനങ്ങനെയൊക്കെ ഒരു ഡേറ്റ് കൊടുത്ത് നമ്മുടെ കരിയർ നശിപ്പിക്കുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരവരെ സ്വന്തം കാര്യം മാത്രമാണ് നോക്കണത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കടബാധ്യതകളും ഒരുപാട് പ്രശ്നങ്ങളും സീമനി അനുഭവിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. വലിയ നടനാണ്, നടിയാണ്, സംവിധായകനാണ്, ഇന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവം വെച്ച വിധി എന്തായാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ ഐ വി ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആരോടും ഒരു ക്രൂരത ചെയ്ത ഒരു വ്യക്തിയല്ല. എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് നടന്മാരെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ദൈവം അവസാന കാലത്ത് വിധിച്ച ശിക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൂരമായി പോയി. ഇപ്പോഴും നമുക്ക് ഐ വി ശശി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. ഐ വി ശശിയുടെ പഴയ പടങ്ങൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ വി ശശി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഐ വി ശശി ജീവിച്ചിരുന്നെങ്കിൽ പിന്നെയും പല ഹിറ്റുകൾ അദ്ദേഹം ഉണ്ടാക്കിയേനെ. പക്ഷെ നമ്മുടെ സൂപ്പർ താരങ്ങൾ സമ്മതിക്കില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ താഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും. താഴ്ച വരുമ്പോഴാണ് നമ്മൾ അവരെ സഹായിക്കേണ്ടത്. നമ്മളെ സഹായിച്ച ആളെ നമ്മൾ സഹായിച്ച് കൈ പിടിച്ച് പൊന്തിച്ച് കയറ്റേണ്ടത്. അത് ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്തില്ല ആരും. ഐ വി ശശി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം പോയി. ഒരുപാട് വേദനയോടുകൂടിയും വിഷമങ്ങളോടുകൂടി ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ വേദന എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വേദനയാണ്. പിന്നെ അവിടെ നിന്ന് കരകയറ്റി കൊണ്ടുവന്നു സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമ ഐ വി ശശി ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അതൊരു മാതൃകാ ദമ്പതികളാണ്. അത് ഇന്നത്തെ സിനിമാ ലോകം കണ്ടു പഠിക്കേണ്ടതാണ്. സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സാണ്. ഇപ്പോഴും അതെ, എന്ത് തുറന്ന് വിളിച്ച് പറയാവുന്ന ഒരു കുസൃതി, ഒരു കാര്യഗൗരവം ഇല്ലാത്ത ഒരു പാവം പൊട്ടിപ്പെണ്ണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മൂപ്പര സ്വഭാവത്തിലും നാച്ചുറലായിട്ടും അങ്ങനെയാണ്. ഞാൻ സീമനെ കണ്ടിട്ടുണ്ട്. സീമനായിട്ട് എനിക്ക് അടുത്ത് പരിചയപ്പെടാനും കണ്ടിട്ടുണ്ട്. ചാകര ഷൂട്ടിങ് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ ഓടിയിട്ട് വർത്താനം പറയാം, അങ്ങോട്ട് വർത്താനം പറയാം, ഇങ്ങോട്ട് വർത്താനം പറയാം, എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടുത്തമില്ലാത്ത ഒരു കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു മനസ്സാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ ഐ വി ശശി കല്യാണം കഴിച്ചത്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടിയൊക്കെയാണ് സീമ കടന്നുപോയത്. അവിടെ നിന്നൊക്കെ പിടിച്ച് ഇപ്പോൾ സീമനെ ഇപ്പോൾ ആർക്കും വേണ്ട. ഇപ്പോഴും നല്ല നല്ല ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് അഭിനയിക്കണമെങ്കിൽ സീമ കഴിഞ്ഞ വേറൊരാളുള്ളൂ. പക്ഷെ നമ്മുടെ സിനിമാക്കാർ സീമനെ തഴഞ്ഞു. സീമയ്ക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഒരുപാട് മലയാള സിനിമയിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പറ്റിയ കഥാപാത്രങ്ങൾ അവരൊക്കെ ആ കഥാപാത്രമൊക്കെ സീമ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയോ എത്തും. പക്ഷെ ഇവർ ഒഴിവാക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ സീമയ്ക്ക് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമാതിരിയുള്ള ക്യാരക്ടറുകൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ കണ്ടു. എന്താണെന്ന് ആ പടത്തിൻ്റെ പേര് മറന്നു. അപ്പോൾ സീമ ഇനിയും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഐ വി ശശിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്.